എന്തിനാണ് ലഡാക്കിൽ സമരം? ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം പ്രാഥമികമായി നടക്കുന്നത്. ഭരണഘടനയുടെ 6ാം പട്ടികയിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തണമെന്നും സമരക്കാർക്ക് ആവശ്യമുണ്ട്. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലേയിൽ 4 വർഷമായി സമരപരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലഡാക്കിൽ പ്രതിഷേധ പരിപാടികൾ ശക്തമായി തന്നെയും നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 10 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുകയായിരുന്നു പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് എന്ന് നമുക്കറിയാം. വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലേ അപെക്സ് ബോഡി യുവജന വിഭാഗത്തിൻ്റെ സമരമാണ് പിന്നീട് വന്നത്. ലോക്സഭാ സീറ്റിൻ്റെ എണ്ണം 2 കാർഗിൽ, ലഡാക്ക് എന്നിങ്ങനെ 2 അനുവദിക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. തൊഴിലില്ലായ്മ പരിഹരിക്കണം. പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ സംസ്ഥാനമായതിനു ശേഷം രൂപീകരിക്കണം. തൊഴിലില്ലായ്മയിലും സർക്കാർ നിയമനങ്ങളിലെ മെല്ലപ്പോക്കിലും യുവാക്കൾ കടുത്ത അതൃപ്തരാണ് അവിടെ എന്നുകൂടെ നമ്മൾ അറിയുന്നു. ലഡാക്കിലെ ബിരുദധാരികളിൽ 26.5% പേരും തൊഴിൽ രഹിതരാണ് എന്നാണ് സർവേ റിപ്പോർട്ട് പറയുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളുടെ അവകാശം ഉറപ്പാക്കുന്നതാണ് 6ാം പട്ടിക. ഈ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് സമരം. ഇതിനൊപ്പം സ്വയംഭരണാധികാരവും ഭരണഘടനയുടെ 6ാം പട്ടിക ഉറപ്പാക്കുന്നുണ്ട്. ലഡാക്കിലെ ജനസംഖ്യയിൽ 90%-ലേറെ ഗോത്രവർഗ്ഗക്കാരാണ്. പട്ടികയിൽ ഉൾപ്പെട്ടാൽ ലഡാക്കിൻ്റെ സാംസ്കാരിക തനിമ സംരക്ഷിക്കപ്പെടും എന്നാണ് സമരക്കാർ പറയുന്നത്. സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമരം തുടങ്ങി 10ാം നാൾ ആഭ്യന്തര മന്ത്രാലയം ഇടപെടുകയായിരുന്നു. ഒക്ടോബർ 6 ചർച്ച നടത്താമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ലഡാക്കിൽ ST സംവരണം 45%-ൽ നിന്ന് 84%-ആയി വർദ്ധിപ്പിച്ചെന്നാണ് കേന്ദ്രത്തിൻ്റെ ഒരു മറുപടി. കൗൺസിലുകളിൽ 1/3 സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയെന്ന് ആഭ്യന്തര മന്ത്രാലയം പറയുന്നുണ്ട്. ബോധി, പുർഗി എന്നിവ ലഡാക്കിലെ ഔദ്യോഗിക ഭാഷകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. 1800 തസ്തികകളിൽ നിയമന പ്രക്രിയ ആരംഭിച്ചെന്നും കേന്ദ്രം വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനും ലഡാക്കിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ ശ്രമങ്ങൾ നടത്തിയ ആളുമാണ് സോനം വാങ്ചുക്ക്. ഇതിനായി വാങ്ചുക്ക് അവലംബിച്ച ചിട്ടയാർന്ന പ്രവർത്തനം രാജ്യാന്തര ശ്രദ്ധ തന്നെയും നേടിയിട്ടുണ്ട്. 96-ൽ ലഡാക്കിൽ മെട്രിക്കുലേഷൻ വിജയ ശതമാനം 5 ആയിരുന്നു. 2015-ൽ 75%-ആയിട്ട് ഉയർന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് വിചാരിക്കുന്നു. 2018-ൽ ഏഷ്യയിലെ ഉന്നത ബഹുമതിയായ രമൺ മാഗ്സസെ പുരസ്കാരം വാങ്ചുക്ക് നേടിയിരുന്നു. വാങ്ചുക്കിൻ്റെ പ്രവർത്തനം 3 Idiots എന്ന സിനിമയിലൂടെ നമ്മൾ പ്രേക്ഷകരും കണ്ടിട്ടുണ്ട്. ആമിർ ഖാൻ്റെ കഥാപാത്രം റാഞ്ചോയ്ക്ക് പ്രചോദനമായത് സോനം വാങ്ചുക്കിൻ്റെ പ്രവർത്തനമാണ് എന്നുകൂടെ നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്നുകൂടെ ഓർക്കുന്നു. ലഡാക്കിൽ എന്തായാലും വലിയ സങ്കടകരമായ കാര്യമാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരല്പം സമാധാനവും ശമനവും ഉണ്ട്. ഒരു ഘട്ടത്തിൽ ഈ കാശ്മീർ മാറി 2 ഭാഗമായപ്പോൾ ലഡാക്കിലെ ആളുകൾ വലിയ സന്തോഷത്തിലായിരുന്നു. പിന്നീട് പക്ഷേ ഈ അവസ്ഥയിലേക്ക് എത്തി. റൈറ്റ്, അതാണ് കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് അതിനെ വിവിധ പ്രദേശങ്ങളായി തരംതിരിച്ച് സംസ്ഥാന പദവിയൊക്കെ ഇല്ലാതാക്കുന്ന ആ ഘട്ടത്തിൽ ഏറ്റവും ആഹ്ലാദം തിരതല്ലിയ ഒരു പ്രദേശമാണ് ലഡാക്ക്. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ സമരനായകനായിരിക്കുന്ന സോനം വാങ്ചുക്ക് അടക്കമുള്ളവർ ആ നടപടിയെ സ്വാഗതം ചെയ്യുകയായിരുന്നു. BJPക്ക് വലിയ പിന്തുണയാണ് ആ സമയത്ത് കൊടുത്തത്. ആവർത്തിച്ച് അദ്ദേഹം ആ കാര്യത്തിൽ BJPക്കാവട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാവട്ടെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചു. പക്ഷേ ആ സമയത്ത് ഇത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്നുള്ള വാദം ഉയർന്നപ്പോഴൊന്നും അത് ആ നിലയ്ക്ക് അവിടെ ആ പ്രദേശവാസികൾ മനസ്സിലാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അത് അനുഭവവേദ്യമായിരുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനു മുമ്പുള്ള സാഹചര്യവും അവർക്ക് ആ നിലയ്ക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതോ അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രിവിലേജ് കൊടുക്കുന്നതോ ആയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ആ സമയത്ത് വലിയ ആഹ്ലാദം ഉണ്ടാവാൻ കാരണം. പിന്നോക്കാവസ്ഥ തന്നെ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ ഒന്നാമത്തെ പ്രശ്നമായി എനിക്ക് തോന്നുന്നത് അവിടെ ഈ ജനാധിപത്യം അനുഭവിക്കാൻ അവിടുത്തെ സാധാരണക്കാരന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പുതിയ സാഹചര്യത്തിൽ അവിടെ മിക്കവാറും എല്ലാ നിയന്ത്രണവും ബ്യൂറോക്രാറ്റുകളുടെ കയ്യിലാണ്. ആ ബ്യൂറോക്രാറ്റുകളുടെ നിയന്ത്രണത്തിലൂടെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അത് സോനം വാങ്ചുക്കിനെ പോലെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനെ ഒന്നും അത്തരം ആളുകൾക്കൊന്നും അതൊരു പരിധിക്കപ്പുറത്ത് താങ്ങാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് അദ്ദേഹം നിരാഹാര സമരവുമൊക്കെയായി രംഗത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് പിന്നീട് ഒരു വലിയ സംഘർഷത്തിനും കലാപത്തിനുമൊക്കെ വഴിമാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ നേരിട്ട് അവിടുത്തെ ആളുകൾക്ക്, അതായത് അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഭിന്നമായി എന്താണ് അവിടെ സംഭവിച്ചതെന്നും ആരാണ് ഉത്തരവാദിയെന്നും നേരിട്ട് അവിടുത്തെ സാധാരണക്കാർ കാണുന്ന ആരെയാണ്? അത് BJPയാണ്. അതുകൊണ്ടാണ് നേരിട്ട് BJPയുടെ ഓഫീസിന് തന്നെ തീടുന്നത്. ചിലയിടങ്ങളിലൊക്കെ BJP പ്രവർത്തകരുണ്ട് അവിടെ എല്ലാ BJP പ്രവർത്തകരും നശിച്ചു പോയിട്ടൊന്നുമില്ല. BJP പ്രവർത്തകരും ഈ സമരം ചെയ്യുന്നവരും ഒക്കെ തമ്മിൽ സംഘർഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം, സർക്കാർ ഇതിനെ അതായത് വളരെ കൃത്യമായ കാര്യങ്ങളാണ് സമരം ചെയ്യുന്നവർ പറയുന്നത്, ഈ പ്രക്ഷോഭകാരികൾ പറയുന്നത്. അത് അവിടുത്തെ തൊഴിലില്ലായ്മ അടക്കം അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ വലിയ വികസനം സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, കേന്ദ്ര സർക്കാർ. പക്ഷേ അത്തരം വികസനം അവിടുത്തുകാർ ആഗ്രഹിക്കുന്നില്ല. അതല്ല അവരാഗ്രഹിക്കുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപിലും നമ്മളിതൊക്കെ തന്നെയാണ് കണ്ടത്. ലക്ഷദ്വീപിൽ കണ്ടപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? ലക്ഷദ്വീപിലെ വലിയ വികസനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അവിടുത്തെ അവിടുത്തെ ആളുകൾ
സാധാരണക്കാരെന്താണ് പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്? അതല്ല അവർക്ക് വേണ്ടത്. അവർക്ക് അങ്ങനെ ഒരു സംഗതി, സ്വാഭാവികമായിട്ട് ഒരു പ്രദേശത്ത് ജനിച്ചു വളർന്നവർക്ക്, ജീവിക്കുന്നവർക്ക് അവിടുത്തെ പരിസ്ഥിതിയും അവിടുത്തെ ആളുകളുടെ താല്പര്യവും ഒക്കെയായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളും പ്രശ്നങ്ങളും വേറെയുണ്ട്. അവിടെ അത് തന്നെയാണ് ലഡാക്കിൽ അവർക്ക് അവരുടെ പാരമ്പര്യവും അവരുടെ സംസ്കാരവും ഒക്കെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ ഏറ്റവും വലിയ പരിഗണന കൊടുക്കുന്നത് പരിസ്ഥിതിക്കാണ്. അവിടുത്തെ പരിസ്ഥിതി, ആ സാഹചര്യത്തെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അതിന് ഒന്ന് അവിടെ ബുദ്ധമത വിശ്വാസികളാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ അവർക്ക് ആ തരത്തിൽ തന്നെ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യവും സൗകര്യവും അവിടെയുണ്ട്. അതങ്ങനെ തന്നെ കൊണ്ടുപോകണം. എന്നാൽ അവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കണം, കൂടുതൽ ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാകുന്ന സ്ഥിതി വേണം. ഇതൊക്കെ അവർക്ക് ആവശ്യമായി ഉണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ കേന്ദ്ര സർക്കാരിന് മറ്റൊരു പ്രധാനപ്പെട്ട താല്പര്യമുണ്ട്. അത് ചൈനയുമായിട്ട് നിരന്തരം ഈ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന പ്രദേശമൊക്കെ ആയതുകൊണ്ട് ആ നിലയ്ക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ട കൂടുതൽ കർക്കശമായ ഇടപെടൽ ആ പ്രദേശത്തേക്ക് നടത്തുന്നു. ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഈ വികസനം ഉണ്ടാവട്ടെ, അത് ആ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതാവട്ടെ, ആ പ്രദേശത്തിന് ഇണങ്ങുന്നതാവട്ടെ, അതോടൊപ്പം തന്നെ അവിടെയുള്ളവർക്ക് പ്രത്യേകം തൊഴിൽ വേണം, സ്റ്റേറ്റ് വേണം, അവർക്ക് സ്വയംഭരണ അവകാശം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവർക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബോധ്യമായിട്ടുണ്ട്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബോധ്യമായിട്ടുണ്ട്, എങ്ങനെയാണ് അത് അനുഭവവേദ്യമാവുന്നത് എന്നത് ബോധ്യമായിട്ടുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ പ്രൊട്ടസ്റ്റാണ് ഇത്. ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇതുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ഞാൻ നോട്ട് നിരോധനം ഓർത്തത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ BJP നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഡ്രമാറ്റിക്കായിട്ടുള്ള ഇടപെടൽ നടത്തുക, പ്രഖ്യാപനങ്ങൾ നടത്തുക, എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊജക്റ്റ് അങ്ങ് നടപ്പാക്കുക. നോട്ട് നിരോധനം പോലെ പെട്ടെന്ന് പേടിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആളുകളെല്ലാം അമ്പരക്കുന്ന വിധത്തിൽ, രാജ്യം മുഴുവൻ അറിയുന്ന വിധത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ അത് ചെയ്താൽ അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് നല്ല ധാരണ ഇല്ലാതിരിക്കുക. ഇപ്പോൾ നോട്ട് നിരോധനം ആളുകൾ മറന്നുപോയി. കുറേ പേര് ഒരുപാട് ദൂരെയല്ല അതെങ്കിൽ പോലും, ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ 10 വർഷത്തിനിടയിലാണ് ഉണ്ടായതെങ്കിൽ പോലും ആളുകൾ മറന്നുപോയി. എന്തുകൊണ്ടാണ് മറന്നുപോയത്? മറ്റെല്ലാ ഈ ഭരണ നേട്ടങ്ങളെയും കൊട്ടിഘോഷിക്കുന്ന, എല്ലാ പത്രത്തിലും പരസ്യം കൊടുക്കുന്ന, എല്ലായിടത്തും പരസ്യം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ മിണ്ടാറില്ല നോട്ട് നിരോധനത്തെ പറ്റി. മിണ്ടിയിട്ടേ ഇല്ല. ഒരു കാലത്തെയും മോദി സർക്കാരിൻ്റെ ഈ പറയുന്ന ഇത്രയും കാലത്തെ ഈ ഭരണ നേട്ടങ്ങൾക്കകത്തൊന്നും നോട്ട് നിരോധനം വരില്ല. എന്തുകൊണ്ടാണ്? ഇതുപോലെ ഡ്രമാറ്റിക്കായിട്ട് നടപ്പാക്കുക. പക്ഷേ അതിനുശേഷം എന്താണ് ഉണ്ടാവുക? നാട്ടുകാർ വന്നിട്ട് ക്യൂ നിന്നാൽ ഈ പണം എങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ പദ്ധതി ഇല്ലാതിരിക്കുക. ഞാനിത് ഓർത്തു ലഡാക്കിലെ സംഭവം ഉണ്ടായപ്പോൾ. ലഡാക്കിൽ ഇങ്ങനെയൊരു കശ്മീരിൽ ഇങ്ങനെയൊരു വിഭജനം ഉണ്ടാക്കിയതിന് ശേഷം ഹർഷൻ തന്നെ പറഞ്ഞതുപോലെ എല്ലാവരും സന്തോഷിച്ചു. കാരണം ലഡാക്കിന് ശ്രീനഗറിൽ നിന്ന് ഭരിക്കപ്പെടുന്നതിനേക്കാൾ ഈ ഒരു കൾച്ചറലി അവർക്കൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലഡാക്ക് ഒരു സംസ്ഥാനമാകും. അധികം വൈകാതെ തന്നെ ലഡാക്ക് ഞങ്ങൾക്ക് സ്വയംഭരണാവകാശം കിട്ടും എന്ന് വിചാരിച്ച് വളരെ ഹാപ്പി ആയിരുന്നവരെല്ലാം അവിടെ BJP സർക്കാരിനോട് വലിയ സന്തോഷത്തോടെ ആളുകൾ പെരുമാറി. BJPക്കായിരുന്നു 2014-ലും 2019-ലും BJPക്കായിരുന്നു മുൻതൂക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഇത് ഇങ്ങനെ ഉണ്ടായത്. നിത്യാനന്ദ റായ് കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷനായിട്ടൊരു ചെയർ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വെച്ചു. ഒരു തരത്തിലും തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഇത് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, ഒന്ന് ഹർഷം പറഞ്ഞതുപോലെ പാകിസ്ഥാനും ചൈനക്കും 2 അതിർത്തിയിൽ വളരെ നിർണായകമായ പ്രദേശമാണ്. അവിടെ ഇങ്ങനൊരു സംഘർഷാവസ്ഥ ഉണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നൊരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രശ്നം. ഒക്ടോബർ 6 തീയതി നടത്താം നേരത്തെ തീരുമാനിച്ച യോഗത്തിൽ തന്നെ ആ യോഗം തന്നെ മതി എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തിനെതിരെ കോൺഗ്രസിന് അവിടെ വലിയ ശക്തിയൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിന് മുകളിലാണ് ഇത്രയും വലിയ പ്രൊട്ടസ്റ്റ് നടത്തിയതിൻ്റെ ഉത്തരവാദിത്തം വെച്ചുകൊടുക്കുന്നത്. സോനം വാങ്ചുക്ക് തന്നെ പറഞ്ഞായിട്ട് ഞാൻ കണ്ടത്, എന്നെ അറസ്റ്റ് ചെയ്യരുത്, ചെയ്താൽ കൂടുതൽ വഷളാവും, എനിക്ക് ഈ അഹിംസ പാതയിൽ നിന്ന് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ ഈ ഹിംസയിലേക്ക് പോയപ്പോൾ പ്രശ്നങ്ങളായപ്പോൾ വാങ്ചുക്ക് തന്നെയും നിരാഹാര സമരം നിർത്തിയിട്ട് പിന്നോട്ട് പോയി. ഞങ്ങളിത് ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്താൽ കൂടുതൽ പ്രശ്നമാകുന്നതാണ്. അപ്പോൾ എമ്പതിയോടെ കൈകാര്യം ചെയ്യുകയും കരുതലോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതൊരു കാര്യമാണത് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യം. പക്ഷേ കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ മണിപ്പൂരിൽ നിന്ന് കത്തുകയായിരുന്നു. എത്ര കാലമാണ് ഒരു രാജ്യത്തിനകത്ത് 2 വിഭാഗങ്ങൾ തമ്മിൽ കൂട്ടക്കുരുതിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഇടപെടാനേ പറ്റിയില്ല എന്നൊരു വസ്തുതയാണ്. എത്ര കാലത്താണ് അവരെ അടിച്ച് തീരട്ടെ എന്ന മട്ടിൽ ഒരു അധികാരികൾ ഭരണ നേതൃത്വം പിന്നോട്ട് നിൽക്കുന്ന പോലെ ആണ് കാണുന്നത് എന്ന് പല പ്രതിപക്ഷ കക്ഷികളും വല്ലാത്ത തോതിൽ വിമർശിച്ചു. അപ്പോൾ വലിയ പ്രപ്പോസലും പ്രൊജക്റ്റ് നടപ്പാക്കി. എനിക്ക് ഓർമ്മയുണ്ട് സഭയ്ക്കകത്ത് അമിത്ഷാ ഈ ബൈഫർക്കേഷൻ പ്രഖ്യാപിച്ചത്, ഈ ആർട്ടിക്കിൾ റദ്ദ് ചെയ്ത ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ സ്റ്റേജ് ഫൈറ്റ് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വിഷ്വൽ ഇപ്പോൾ കാണുമ്പോൾ അതായത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ ഒരു അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ആ വലിയ സംഭവത്തിൻ്റെ വലുപ്പം മുഴുവനും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവരെല്ലാം ചെയ്തിട്ടുണ്ടാവുമെന്നാണല്ലോ നമ്മൾ വിചാരിക്കുക. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒടുവിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നോക്കാം. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റീലുണ്ട്. ഒമർ അബ്ദുള്ള
നമ്മുടെ നവിക കുമാറുമായിട്ട് സംസാരിക്കുന്നത്, ഒരു ഇൻ്റർവ്യൂ. അതെ ആ നവിക കുമാർ ചോദിക്കുകയാണ്, നിങ്ങൾ 73 കൊല്ലം നിങ്ങളും ചെയ്യില്ല. അപ്പോൾ നവിക കുമാർ പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴാണ് അവിടെ എന്തെങ്കിലുമൊക്കെ നടന്നത്, വലിയ മാറ്റങ്ങളല്ലേ ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഇദ്ദേഹം പറയാം, നിങ്ങൾ ഡാറ്റ വെക്കുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയാണ്. ഒരൊറ്റ ഡാറ്റ, ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാനുണ്ടോ? അതായത് ഈ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളുടെ തുടക്കം ഈ പറയുന്ന 73 കൊല്ലക്കാലം മുമ്പും അല്ലെങ്കിൽ ഈ മറ്റ് സർക്കാരുകളുടെ കാലത്തും അല്ലാത്ത ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നവിക കുമാർ ഇങ്ങനെ ഇരിക്കുകയാണ്, ചിരിയുമില്ല സങ്കടവും ഇല്ലാതെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ എന്താണ് പ്രചാരണം എളുപ്പമാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് എളുപ്പമാണ്. പക്ഷേ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് 2 സംസ്ഥാനങ്ങളാക്കി മാറ്റി അതിനകത്തൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയുകയും ആ പ്രശ്നം പരിഹരിച്ച് അവിടുത്തെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഗുണപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും. രണ്ടാമത്തെ കാര്യമാണ് ഹർഷൻ ശരിയാംവിധം ചൂണ്ടിക്കാണിച്ച ലക്ഷദ്വീപ് നമ്മുടെ മുമ്പുള്ള മറ്റൊരു ഉദാഹരണമാണ്. അവിടെ ഒന്ന് ദൂരെ ഡൽഹിയിൽ നിന്ന് കാണുന്ന കണ്ണുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ മൊത്തം ഇന്ത്യയെ, ബഹുസ്വരതയാർന്ന ഇന്ത്യ ഒറ്റ ഘട്ടത്തിലാക്കി കളയാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം കാണുന്നത് എന്നുള്ളൊരു സംശയം കൂടെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അവിടേക്ക് ഇവർ തന്നെ പറയുന്നത് അവിടേക്ക് മറ്റുള്ളവർ വന്നിട്ട് ഭൂമി വാങ്ങിച്ചു കളയുമോ എന്ന് ഭയമാണുള്ളത്. അവർക്ക് അവരുടേതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ടും കാണാൻ കൊള്ളാവുന്ന സ്ഥലമൊക്കെ ആയിട്ട് ആളുകൾ പുറത്തുനിന്ന് വന്നിട്ട് ഇതിനെ പ്രശ്നത്തിലാക്കളയോ എന്നുള്ള ഭയമുണ്ട്. ആ ഭയം പരിഹരിക്കാനുള്ള കാര്യം ഈ 4 വർഷത്തിനകത്തും അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇത് പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്നുള്ള ആഗ്രഹിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന് സാധിക്കട്ടെ, അവരതിൽ വിജയം നേടട്ടെ. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സംഭവ വികാസങ്ങളാണ് ഇന്ത്യയുടെ ഹിമശിഖരമായ ജമ്മു കശ്മീരിനെ വെടിക്കോപ്പുകൾ വിള്ളലേൽപ്പിക്കുന്ന നാടാക്കി മാറ്റിയത്. 4 ആണ്ട് മുമ്പ് ഫെഡറൽ തത്വങ്ങൾ കണക്കാക്കാതെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വിഭജന നയമാണ് ലഡാക്കിലെ യുവജനങ്ങളെ ഇപ്പോൾ കലുഷിതരാക്കി തെരുവിലിറക്കിയത് എന്ന് പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നു. മണിപ്പൂരിൽ എന്ന പോലെ തന്നെ ഭരണകൂടം പുലർത്തിയ നിസ്സംഗതിയാണ് കാര്യങ്ങൾ ഇത്രമാത്രം വഷളാക്കിയത് എന്നും അവർ പറയുന്നു. ലഡാക്ക് രാജ്യത്തിന് വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ്. പ്രശ്നപരിഹാരം തോക്കിൻകുഴലിലൂടെയല്ല സമാധാനത്തിലൂടെ ആകണം എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലഡാക്ക് ജനതയുടെ വികാരം മാനിച്ച് പ്രാദേശിക സാംസ്കാരിക വൈവിധ്യവും ഗോത്രത്തനിമകളുമെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ വൈകാതെ പ്രശ്നപരിഹാരം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.